വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. ഇത് 2 ഡേയ്സിൻ്റെ ട്രിപ്പും പിന്നെ ഒരു വേറെ സ്പെഷ്യാലിറ്റി പറയുന്നത് ഗേൾസ് ഓൺലി ട്രിപ്പ് ചെയ്യുന്നുട്ടത്. അനിയ മാത്രമായിരുന്നു ഒരു ബോയ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ വയനാട്ടിലുള്ളൊരു റിസോർട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തിയിരുന്നു ജസ്റ്റ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കയറി ഞങ്ങളുടെ സ്ഥലം എത്താനായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ്. ഞങ്ങളെ കൂടെ കപ്പിൾസ് ആയിരുന്നു. ഞങ്ങൾ ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട് റിസോർട്ടിലേക്ക് എന്നാണ് പറഞ്ഞത്. നമുക്ക് റിസോർട്ട് എത്തിയിട്ട് അവിടെ ഒരു ഐതിഹ്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആ പ്രതിമയാണ് ബ്രിട്ടീഷുകാർക്ക് ചുരം കാണിച്ചു കൊടുത്തത്. എത്തേണ്ട സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ അയാളെ കൊന്ന് അവിടെ കുഴിച്ചിട്ടു. അവിടെയാണ് അപ്പോൾ ആ ചെറിയ മരമായിരുന്നു. അവിടെ ആ ചങ്ങല കൊളുത്തി വെച്ചു. മരം വലുതാവും തോറും ആ ചങ്ങല വലുതായി വന്നത്രയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആത്മാവ് അവിടെ എപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഗേൾസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വേറൊരു വൈബ് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഹായ് പറയോ ശ്രീകുട്ടി മാം, ഒരു ഹായ് പറയോ. എന്താ ആരും വളരെ ഹായ് പറയും. ആൻറ്റി ഒരു ഹായ് പറഞ്ഞു. വലിയ ആൻറ്റി സംസാരിക്കില്ല. ഒരു ഹായ് പറയും. ചുരം തുടങ്ങി ചുരം തുടങ്ങി. അമ്പാടി ഹായ് പറയും. അമ്പാടി അമ്പാടി ഹായ് പറയും. പിന്നെ ഞങ്ങൾ ഡാൻസ് തുടങ്ങി. ആദ്യം ഡാൻസ് കളിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതെടുത്തിട്ടു. ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. നോക്കൂ എന്താണ് ഇവിടെയാണ് ഡൗട്ട്. ഇവിടെയായിരുന്നു റിസോർട്ട് എന്നുള്ളത് ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കൺഫേം ആക്കിയതിൻ്റെ ശേഷം ഞങ്ങളെ കൂടെയുള്ള വലിയ ആളുകളൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ ഞങ്ങൾക്ക് നല്ല കമ്പനി ആയിരുന്നു, അറിയുന്ന ആളുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേറെ വെള്ളം കൊണ്ട് കുളിക്കണം, ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കുമെന്ന് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സ്വസ്ഥയാവുകയാണ്. ടോട്ടൽ 3 റൂമേ ഉള്ളത്. ഞങ്ങൾക്ക് വേണ്ട റൂമൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1 o'clock ഒക്കെ ആയതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ട്രാവലും ചെയ്തതല്ലേ. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരുന്നു. പൊതിച്ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡായിരുന്നു. അപ്പം രാത്രിക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്വിമ്മിങ്ങിന് ഇറങ്ങാൻ. ഞങ്ങൾ കുട്ടികൾക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഓർക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ മെയിൻ പണി. പ്രത്യേകിച്ച് പണിയില്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാം, പിന്നെ ഇങ്ങനെ നടക്കുക. ശ്രീകുട്ടിയമ്മയ്ക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തത്. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് പണിയുണ്ട്. ഹാർഡ് വർക്കിംഗ് ആണ്. ചെറുതായിട്ടൊന്ന് പിരി ഇളകിയതാണ് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഫുഡ് എന്തൊക്കെയാണ്? കുറച്ച് പേരാണ് ഗൈസ് കഴിച്ചാൽ. എന്തൊക്കെയാ ഫുഡ് പറയും? ഇത് റാണിയാണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ വേറെ സ്ഥലത്തെ പേര് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് വേണം വേഗം സ്വിമ്മിങ്ങിന് ഇറങ്ങാൻ. അപ്പോൾ ഒക്കെ വേഗം പണി തീർത്ത് ഞങ്ങൾ എല്ലാവരും സ്വിമ്മിങ്ങിന് ഇറങ്ങി ഗൈസ്. ഇന്നും അങ്ങോട്ട് പറയാനില്ലായിരുന്നു ഗൈസ്. പൊടി പൂരായിരുന്നു. മഴയും പൂളും തണുപ്പും. ഹൗ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡാൻസ് ആൻഡ് പാർട്ടികളായിരുന്നു ഗൈസ്.
ദിവസത്തിൻ്റെ ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് നാളെ 11 o'clock ആകുമ്പോൾ ഇവിടുന്ന് തിരിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് പോയി കിടന്നു ഗൈസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്